ജിമ്മ് കാണുമ്പോൾ ഉണ്ടാവില്ല ഒരു 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 ഇതുണ്ടാവുമല്ലോ. എല്ലാം ഇന്ന് തന്നെ ചെയ്ത് തീർക്കണം പലരും ഉണ്ടാവും. ഇന്ന് തന്നെ എല്ലാം എത്ര വെയിറ്റ് എടുക്കുക, ഇന്ന് തന്നെ ഫുള്ള് മസിൽ ഉണ്ടാക്കണം വെച്ചിട്ട് ആ ഒരു ആവേശം നമ്മുടെ ശരീരത്തെ മനസ്സിലാക്കാതല്ല അമിതാവേശം പോകുമ്പോഴും സാർ, എൻ്റെ ഒരു ഫ്രണ്ട് ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കുഴഞ്ഞു വീണ് മരിച്ചിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും എന്തുകൊണ്ടാണ്? കാരണം എന്താണ്? അത് 2 കാരണങ്ങളുണ്ടാവും കേട്ടോ. ഒന്ന് പലപ്പോഴും നമ്മളെ ശരീരത്തിൽ നമ്മളറിയാത്ത ഹാർട്ടിന് ചില അസുഖങ്ങളുണ്ട്. ഹാർട്ടിൻ്റെ മസിലുകളുടെ അസുഖങ്ങൾ നമ്മൾ കാർഡിയോമയോപ്പതി എന്നൊക്കെ പറയും. ജന്മന ജനറ്റിക്കായിട്ട് മസിൽ കട്ടി കൂടുന്ന ആളുകൾ. അങ്ങനത്തെ ആളുകൾക്ക് ഹെവി ഒരു എക്സർസൈസ് പെട്ടെന്ന് ചെയ്യുമ്പോൾ ഹാർട്ട് താളം തെറ്റി നിന്ന് പോകാം. അതൊരു കാരണമാണ്. രണ്ടാമത്തെ അറ്റാക്ക് തന്നെ സംഭവിക്കുക. രക്തക്കുഴൽ അടഞ്ഞുകൊണ്ടുള്ള അറ്റാക്കുകൾ. പൊതുവെ എന്തായാലും നമ്മൾ എക്സർസൈസുകൾ ചെയ്യുമ്പോഴേ നമ്മളെപ്പോഴും ഇപ്പം നമ്മൾ പൊതുവെ ഫുട്ബോൾ കളിക്കുമ്പോൾ വാമപ്പ് എന്ന് പറയില്ലേ? അങ്ങനെ വാമപ്പ് ശരിക്കും പറയണത് ഹാർട്ട് ഒരു നമ്മളെ ലെവലിനെ ഹാർട്ടിനെ ഒരു എക്സസൈസ് ലെവലോട് കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ ഒന്നും ചെയ്യാതെ ഇപ്പോൾ നിങ്ങൾ ഒരു ജോലിയും ചെയ്യാതെ ഇരിക്കുന്ന ഒരാൾ ഒറ്റയടിക്ക് നാളെ പോയിട്ട് ഓടുക, ചാടുക, ഒരു എക്സസൈസ് ചിലപ്പോൾ മറ്റും ഡാൻസ് കളിക്കാവാം. ഇപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ ഒരു ഓണത്തിന് ഡാൻസ് കളിക്കുന്ന ഒരാൾ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്നുണ്ടായിട്ടുണ്ട്. ഫുട്ബോൾ കളിക്കാൻ മരിക്കാറുണ്ട്. അത് ഒരു എക്സസൈസും ചെയ്യാതെയുള്ള സ്റ്റാമിന ഇല്ലാത്തൊരു വ്യക്തി പെട്ടെന്ന് പോയിട്ട് ഹാർട്ടിന് താങ്ങാൻ പറ്റാത്തൊരു എക്സസൈസ് ചെയ്യുക. അപ്പോൾ ഹാർട്ടിൻ്റെ മിടിപ്പ് വളരെയധികം കൂടും. 200-ന് മേലെ 200-ന് മേലൊക്കെ പോകുമ്പോൾ ഹാർട്ട് താളം തെറ്റി സ്റ്റക്കാവും. അപ്പോൾ എപ്പോഴും നമ്മൾ എക്സസൈസ് എപ്പോഴും നമ്മൾ മിതമായിട്ട് മെല്ലെ മെല്ലെ തുടങ്ങണം. ഹാർട്ടിനൊരു അതാണ് ആദ്യം എപ്പോഴും നമ്മൾ എക്സസൈസ് തുടങ്ങുന്ന ആൾ കാർഡിയോ എക്സസൈസ് ചെയ്യണം. എന്നിട്ട് ഹാർട്ടിനെ ഒരു എക്സസൈസ് ലെവലിലോട്ട് ഹാർട്ടിനെ കൊണ്ടുവന്നിട്ട് എന്നിട്ട് പിന്നെ നമ്മൾ ഹെവി എക്സസൈസിലോട്ട് പോകാൻ പാടുള്ളൂ.